നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെയും സ്ഥാനാർത്ഥികളെയും വിജയസാധ്യതയും വിലയിരുത്താം. തീർച്ചയായും. സത്യം പറഞ്ഞാൽ 20 മണ്ഡലം നോക്കേണ്ടതാണ്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരമാണ്. ഇന്നിപ്പോൾ നോമിനേഷൻ കൊടുക്കുന്ന തീയതി ആയി കഴിഞ്ഞല്ലോ, ഇന്നോട് തുടങ്ങി കഴിഞ്ഞു. അപ്പം ഈ തിരുവനന്തപുരത്ത് ഇപ്പം മത്സരിക്കുന്നത് 3 സ്ഥാനാർത്ഥികൾ, ത്രികോണ മത്സരമാണ്. ഉറപ്പായും എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോവള ഒഴികെ 6ഉം LDF അത് നിയമസഭാ മണ്ഡലങ്ങൾ. അതെ. അതിൽ എനിക്ക് തോന്നുന്നത് ആന്റണി രാജു ഒഴികെ ബാക്കി 5 പേര് CPM ആണെന്ന് തോന്നുന്നല്ലേ? 5 CPM. 7 മണ്ഡലത്തിൽ 6 LDF ജയിച്ചിരിക്കുന്നു. വലിയ ഭൂരിപക്ഷം ജയിച്ചിരിക്കുന്നു. പക്ഷേ ആദ്യം ഇത് പറയട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ നല്ല സ്ഥാനാർത്ഥി, ഇവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ 3ാമതാണ് അല്ലേ? അതൊരു സത്യമാണ്. അദ്ദേഹത്തിന് തന്നെ അറിയാമായിരിക്കും, എല്ലാവർക്കും അറിയാം. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ഏറ്റവും സങ്കടകരമായ കാര്യം അതാണ്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ആദർശശുദ്ധിയുള്ള അപൂർവ നേതാക്കളിൽ ഒരാളാണ് പന്ന്യൻ രവീന്ദ്രൻ. ഇപ്പൊ ജീവിച്ചിരിപ്പുള്ളതിൽ ഉറപ്പാണ്. ജീവിച്ചിരിക്കുന്നവർ ആ മനുഷ്യന്റെ ഇഷ്ടങ്ങൾ എന്താണ്? ഫുട്ബോള്, ക്രിക്കറ്റ്, സിനിമ. അപ്പം ഞാൻ അദ്ദേഹത്തെ എനിക്ക് അദ്ദേഹത്തോട് ഞാൻ 1-2 ചടങ്ങുകൾ വെച്ച് കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. അതെ. അപ്പോൾ നമ്മുടെ ഒരു കടുത്ത CPM വിമർശനമൊക്കെ ഉള്ളത് കാരണം ഞാൻ പൊതുവെ ഒരു അകലം പാലിക്കാൻ നോക്കാറുണ്ട്. ഓടി വന്ന് തോളെ കൈയിട്ടിട്ട് അത് ചിരിച്ച്. അദ്ദേഹത്തിന് അങ്ങനത്തെ വിരോധമൊന്നുമില്ല, അതിന്റെ മസിൽ പിടുത്തവുമില്ല, ഒരു മസിൽ പിടുത്തവുമില്ല. അദ്ദേഹമായിട്ട് സ്റ്റാച്ചു കൂടെ പുതിയ ചെറുപ്പക്കാരെ കൂടെ കറങ്ങി കുറിച്ച് റോഡ് നടന്നു പോകുന്നതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിമുഖം കണ്ടിട്ട് ഞെട്ടിപ്പോയി. രാജ്മോഹൻ പുള്ളി പറയുകയാണ്, എനിക്കൊരു ഇൻ്റർവ്യൂ എടുക്കണമെന്നുണ്ട്. പുള്ളി പറയുകയാണ്, പുള്ളിക്ക് കിട്ടുന്ന 25,000 രൂപ പെൻഷനാണ് പുള്ളിയുടെ വരുമാനം. ആ വരുമാനം കൊണ്ടൊരു വലിയ വീട് വാടകയ്ക്ക് എടുക്കാനോ മക്കളെയും കുടുംബത്തെയും നടത്താനോ പറ്റാത്ത കൊണ്ട് ഭാര്യയും മക്കളുമൊക്കെ കണ്ണൂർ തന്നെയാണ്. അയാളുടെ ഒരു പാർട്ടിക്ക് ലവിയെ കൊടുക്കണമല്ലോ, പിന്നെ കുറേ പെൻഷൻ ചെലവെല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പാർട്ടിയുടെ ഒരു പ്രവർത്തനവുമായി തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് കഴിയുകയാണ്. ഇന്നത്തെ കാലത്ത് ഓർക്കണം, എന്നെ അത്ഭുതപ്പെടുത്തുന്നു, സങ്കടപ്പെടുത്തുന്നു. എനിക്കിഷ്ടമുള്ള ആളാണ് ശിവൻകുട്ടിയുടെ ഭാര്യ പാർവതി. അതെ, തീർച്ചയായും. ഞാൻ യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ സീനിയറായിട്ട് പഠിച്ചാണ് പാർവതി. ഞാൻ ദേശാഭിമാനി പാർവതി ആയിരുന്നപ്പോൾ, ഏഷ്യാനെറ്റ് ആയിരുന്നപ്പോൾ എനിക്ക് നല്ല അടുപ്പമായിരുന്നു. ഗോവിന്ദപിള്ള സാറിൻ്റെ മോളാണ്, MG രാധാകൃഷ്ണൻ്റെ പെങ്ങളാണ്. ആ ശിവൻകുട്ടി സാമാന്യം തരക്കേടില്ലാത്തൊരു വീടാണ് തിരുവനന്തപുരത്ത് അവിടെ പഠിച്ചത്. അവരുടെ സ്ഥലം ഏതാ? ഈ വെള്ളായണിയിൽ. നല്ല വീടാണ്. കാര്യം വെച്ചിരിക്കുന്നത് നമ്മുടെ കോസ്ഫോർഡിൻ്റെ വീടാണ്, ലാറി ബേക്കറിൻ്റെ, അറിയാമല്ലോ. അതെ. പക്ഷെ നല്ല വീടാണ്. അതായത് ലളിത മോഡലിലുള്ള ആഡംബര വീടെന്ന് വേണം പറയാം. വലിയ വീടാണ്, പക്ഷേ നല്ല എഫക്റ്റീവായിട്ട് വീടാണ്. അപ്പോൾ അങ്ങനെ എന്തിനാണ് മന്ത്രിമന്ദിരത്തിൽ താമസിക്കുന്നത്? അല്ലെങ്കിൽ ആന്റണി രാജു തിരുവനന്തപുരത്ത് താമസിക്കുന്നത് എന്തിനാണ്? തിരുവനന്തപുരത്ത് വീടുള്ള ഒരാൾ എന്തിനാണ് മന്ത്രിമന്ദിരത്തിൽ താമസിക്കുന്നത്? അതുകൊണ്ട് R ബാലകൃഷ്ണനുള്ള ഒരു സമയത്ത് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം സ്വന്തം വീട് രാമനിവാസത്തിൽ താമസിച്ചിരുന്നു. വഴുതേക്കാട്ടുള്ള വീടുണ്ടല്ലോ, നമ്മൾ ആകാശവാണി പോകുന്ന വീട് വലതുവശത്തുള്ള. ആന്റണി അങ്ങനെയല്ലേ താമസിച്ചത്? ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ച് ആദ്യ ടൈമിൽ, പിന്നീട് ക്ലിഫ് ഹൗസിലേക്ക് മാറി. അത് സെക്യൂരിറ്റി റീസൺസ് ആണെന്ന് പറഞ്ഞത്. കാരണം ചെറിയ വീടായതുകൊണ്ട് പോലീസിന് ഇതിനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണെന്നാണ് പറഞ്ഞത്. അല്ല, ഈ മന്ത്രിമാർ തിരുവനന്തപുരത്ത് വീടുള്ളവരെങ്കിലും സ്വന്തം വീട്ടിൽ താമസിക്കുകയും MLA ഹോസ്റ്റൽ പോലും എടുക്കാൻ പാടില്ല തിരുവനന്തപുരത്തുള്ള. അല്ലേ? അതൊരു തീർച്ചയായും. പിന്നെ ആ ഒരു റൂം വെറുതെ പോവുകയല്ലേ, വെറുതെ കളയും. ഇവർ പലപ്പോഴും ഇവർ അണികളാ മുറിക്കാതെ കയറി താമസിച്ച് പിന്നെ വാട്ടർ ചാർജും കറണ്ടും എല്ലാം വർദ്ധിപ്പിക്കും. വക്കം സ്പീക്കറായ സമയത്ത് വിലക്കേർപ്പെടുത്തി. വക്കം പറഞ്ഞു MLA താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ MLA അടുത്ത വീട്ടുകാരെങ്കിലും. അതല്ലാതെ ഈ പാർട്ടിക്കാർ കയറി താമസിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചിരുന്നു. അല്ല, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ കണ്ടു, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതായത് മന്ത്രി വീണ ജോർജ് നിളയായിരുന്നു അലോട്ട് ചെയ്തിരുന്നത്. അവിടെ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് വീണ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഇപ്പോൾ തൈക്കാട് ഹൗസ് കിട്ടിയത് കാരണം അങ്ങോട്ട് മാറി എന്നൊരു വാർത്ത ഞാൻ കണ്ടു. വീണ വാടകയ്ക്ക് താമസിച്ചത് എനിക്കറിയാം. നന്ദൻകോട് കോടിയൽ ഭാരതി എന്ന് പറഞ്ഞൊരു വലിയൊരു ആഡംബര അറിയാം. അതിൻ്റെ ടോപ്പ് ഫ്ലോറിൽ വിശാലമായൊരു ഫ്ലാറ്റിലാണ് വീണ വാടകയ്ക്ക് താമസിച്ചത്. അപ്പോൾ ഈ നിളയ്ക്ക് എന്തായിരുന്നു കുഴപ്പമെന്ന ചോദ്യം ഇപ്പോൾ ഉന്നയിക്കുക. എന്താ കാര്യം എന്നറിയാമോ? ഇപ്പോൾ വാടക വീട് ഒഴിഞ്ഞു. കാര്യം എന്താണ്? തൈക്കാട് ഹൗസിൽ താമസിച്ചിരുന്ന ആന്റണി രാജു പോയി. ആന്റണി രാജു മന്ത്രിസ്ഥാനം പോയി. അത് മനോഹർ മകളല്ലായിരുന്നു തോന്നുന്നു. അല്ല, തൈക്കാട് ഹൗസ് താമസിച്ചിരുന്ന ഒരാൾ പോയി. അപ്പോൾ ഗോവിന്ദ മാഷാണോ സംശയമുണ്ട്. ആയിരിക്കാം. അപ്പം സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ നിള കടന്നപ്പള്ളി രാമചന്ദ്രൻ കൊടുത്തു. ആ കടന്നപ്പള്ളി രാമചന്ദ്രനെ പോലെ പ്രായമുള്ളൊരു മനുഷ്യന് താമസിക്കാവുന്ന സ്ഥലത്ത് വീണ ജോർജിന് താമസിക്കാൻ പറ്റത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് വാടകയ്ക്ക് താമസിക്കുമായിരുന്നു.
ഞാൻ ചോദിക്കുന്നത് കടന്നപ്പള്ളിക്ക് താമസിക്കാം, വീണയ്ക്ക് താമസിക്കത്തില്ലേ? അതെ. ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ സംഭവിക്കുമ്പോഴാണ് അത് മാത്രമല്ല ക്ലിഫ് ഹൗസിൽ നോക്കണം, ലിഫ്റ്റിന് 25, കന്നാലിക്കൂടിന് 53, ഓരോന്നിനും ചിലതല്ലേ. അപ്പോഴാണ് ഈ പന്ന്യൻ രവീന്ദ്രൻ വാടക വീട്ടിൽ കുടുംബത്തെ പോലുമില്ല, അങ്ങനെ ഒരു നേതാവാണ്, സാധുവാണ്, കണ്ടാൽ ആർക്ക് സ്നേഹം വരും, മനുഷ്യൻ. ഒരു തവണ ജീവിതത്തിൽ പാർലമെന്റിൽ MP ആയതല്ല, അത് ഫുൾ ടൈമും കിട്ടിയിട്ടില്ല. PK മരിച്ചുകൊണ്ടുള്ള 3 വർഷം കണ്ട് കിട്ടിയത്രയോ. CPI സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള പദവിയിലിരുന്ന ഇപ്പൊ നമ്മുടെ ഇങ്ങേർക്കൊക്കെ പിണക്കമെന്ന് ഓർക്കണം, നമ്മുടെ നെടുമങ്ങാട് MLA ജയറില്ല മന്ത്രിയായിരുന്നേ സീതിവാരനൊക്കെ പാർട്ടി സെക്രട്ടറി ആത്തിന് കുശും പറഞ്ഞ് നടക്കണമെന്ന് ഓർക്കണം. ഈ മനുഷ്യനെ പാർട്ടി സെക്രട്ടറി വരെ ആയിട്ട് ആകെപ്പാടെ ഹാഫ് ടൈമിൽ ഒരു MP ആയതല്ലാതെ ഒരു പാർലമെന്ററി പദവി കിട്ടാത്ത ആ മനുഷ്യൻ രാഷ്ട്രീയത്തിൽ ഒരു നിരാശയിൽ നടക്കുന്ന ആളാണ് മത്സരിക്കുന്നത്. കൊണ്ടുവന്ന അവിടെ വടക്കം പറവൂർ നിർത്തുകയും ചെയ്തു, VD സതീശനെതിരെ മത്സരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മനുഷ്യനെ 3-ാം സ്ഥാനത്താണ് എന്ന് പറയുന്ന സങ്കടമുള്ളൊരു കാര്യമാണ്. കാരണം രാഷ്ട്രീയത്തിലെ ആദർശശുദ്ധിയുടെ പര്യായമാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് ഓപ്റ്റ് ചെയ്ത സ്ഥലം പഴച്ചുപോയി, തിരുവനന്തപുരം. അതെ, തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ചരിത്രം എന്നേക്കാൾ നിങ്ങൾക്ക് അറിയാവുന്നത്. തീർച്ചയായും. കാരണം തിരുവനന്തപുരം മണ്ഡലത്തിനെ കുറിച്ച് പറയുമ്പോൾ തിരുവനന്തപുരത്ത് ഈ ആദ്യം ഒരു ബേസിക്കലി പറയുകയാണെങ്കിൽ വലിയ അട്ടിമറികൾ നടന്നിട്ടുള്ളൊരു മണ്ഡലമാണ് തിരുവനന്തപുരം. അത് സത്യം, അത് തുടക്കം മുതലേ അതുണ്ട്. ഇപ്പം 57 സാക്ഷാൽ പട്ടം താണുകളാണ് തിരുവനന്തപുരത്ത് തോറ്റത്. പട്ടം തോറ്റു. തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രി ആയിരുന്ന ആളാണ്, മുഖ്യമന്ത്രിയായി തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രി. അതെ, തിരുവനന്തപുരം സ്വതന്ത്ര രാജ്യമാവുന്ന പട്ടത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ആൾ 57 തോറ്റതാര അഡ്വക്കേറ്റ് ഈശ്വരയ്യരെ കൂടെ. ഈശ്വരയ്യർ പിൽക്കാലത്ത് വലിയ അഭിഭാഷകനായ കോടതിയിലേക്കാണെങ്കിൽ പോലും അന്ന് താരതമ്യം അദ്ദേഹം ചെറുപ്പക്കാരനാണ്. പട്ടം താണുകളെ പോലെ ഇത്രയും ഒരു വലിയൊരു ഫിഗറുള്ള ഒരാൾ അദ്ദേഹത്തോട് പരാജയപ്പെടുക എന്നുള്ളത് ഇത് നിങ്ങൾ പറയുമ്പോൾ ഈ പട്ടംതാളുടെ കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ എന്താണെന്നറിയാം, BRP ഭാസ്കർ സാർ പറഞ്ഞതാണ്. BRP ഭാസ്കർ സാറിന് അന്ന് 16 വയസ്സോ അങ്ങാണ്ട് ഉള്ളൂ. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പുള്ളി അന്ന് 57 അല്ല, അന്ന് അദ്ദേഹം 18 വയസ്സായി. അദ്ദേഹം അസംബ്ലി ഇലക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ. അന്ന് 52 എങ്ങാണ്ട് ഇലക്ഷൻ. അതെ, 52 എങ്ങാണ്ട് ഇലക്ഷനാണ്. ഈ ഇലക്ഷനിൽ ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബൂത്ത് ഏജന്റാണ് ഈ BRP ഭാസ്കർ. അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 52 എങ്ങാണ്ടാണ്. അതെ. അപ്പം ഒരു ബൂത്തിൽ BRP ഭാസ്കറിനെ ചുമതലയേൽപ്പിച്ചിരിക്കുക. അപ്പോൾ അതിനു മുമ്പ് കൃത്യം വരണാധികാരി വന്നിട്ട് ഇതിലെ അങ്ങോട്ട് പോകേണ്ടത് ആളുകളെ, ഇതിലെ വരേണ്ടത് ഇങ്ങോട്ട്, വോട്ട് ചെയ്ത് പോകുന്നവരെ അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇരിക്കുമ്പോൾ പട്ടം താണുകൾ ഇങ്ങോട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡ് വരിക. പട്ടം താണുകൾ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അതിലെ കടന്ന് വരാൻ പാടില്ല. അപ്പോൾ പുള്ളി ഉടക്കുണ്ടാക്കി. BRP നോ, അതല്ല പറഞ്ഞിരിക്കുന്ന അങ്ങനെ. ഉടനെ വരണാധികാരികളൊക്കെ ഇത് പട്ടം ഇങ്ങനെ നോക്കിയിട്ട് തിരിച്ചങ്ങ് പോയെന്ന് പറഞ്ഞു. തർക്കിക്കാൻ നിന്നില്ലെന്ന് ആലോചിക്കേ പറയൂ. എന്നിട്ട് അത് വേറെ ഇത് പറയുമ്പോൾ ഒരു ചെറിയ വേറെ കഥയും കൂടെ പറയേണ്ടി വരും. 57 വിമാന സമരം നടക്കുമ്പോഴേ പട്ടമൊക്കെ ആയിരുന്നല്ലോ വിമാന സമരം നയിച്ചത്. അപ്പം ഭീകരമായ ലാസ്റ്റ് ചാർജ് നടക്കുകയാണ്, അടിക്കുകയാണ് അപ്പം പോലീസ്. അപ്പം പട്ടം നിൽക്കുകയാണ്. പട്ടത്തിന് അവർ തല്ലിയിട്ടില്ല, പക്ഷേ അങ്ങനെ പെട്ടെന്ന് ഒരു കോൺസ്റ്റബിൾ ഇയാളാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ അടിക്കാൻ വേണ്ടി ഓങ്ങി വരികയാണ്. അപ്പം അന്ന് IG എന്തോ ആയിരുന്ന ഒരു മാരാറുണ്ട്, അതിന് മുഴുവൻ പേരങ്ങ് പറയും. മാരാർ തടഞ്ഞ് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു. പെട്ടെന്ന് പട്ടം ചോദിച്ചൊന്നു, എന്താ മാരാർ ഈ കാണുന്നതെന്ന് ചോദിച്ചെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞെന്ന്, സാർ ഞാൻ അങ്ങയുടെയും പോലീസുകാരായിരുന്നിട്ടുണ്ട്. വലിയ മനസ്സുള്ളവരാണ് അവരൊക്കെ. പട്ടം തോറ്റ അഡ്വക്കേറ്റ് ഈശ്വരയ്യരുടെ കൂടെയാണ്. പിന്നീട് ഇത് നമ്മൾ 62 വരുമ്പോൾ, അന്ന് 62 അനക്കളൊരു വിചിത്രമായ കാര്യമാണ്. പൊതുവെ എല്ലാവരും അന്ന് കരുതിയിരുന്നത് PS നടരാജപിള്ള, നമ്മുടെ ധനകാര്യ മന്ത്രി കരുതിരിക്കുവച്ചു. അദ്ദേഹം വലിയ പ്രഗത്ഭനായ ആളാണല്ലോ. അദ്ദേഹത്തിന് നമ്മളെ പിണറായി വിജയൻ ഏതോ നടരാജപിള്ള എന്ന് പറയുന്നത് നമ്മുടെ ലോക്കാതെ പ്രോപ്പർട്ടിക്കുള്ള. അദ്ദേഹം സ്ഥാനാർത്ഥിയാവുമെന്ന് കരുതി. ഇപ്പോൾ പട്ടംതാണുള്ള മരുമകനായ പട്ടം കൃഷ്ണപിള്ള സ്ഥാനാർത്ഥിയായി. അപ്പം സ്വാഭാവികം PS നടരാജപിള്ള അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങി. അദ്ദേഹത്തെ ഇടതുപക്ഷം പിന്തുണച്ചു. PS നടരാജപിള്ള ജയിച്ചു. പട്ടത്തിന്റെ സ്ഥാനാർത്ഥി തോറ്റു. അല്ല, അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കണം. അത്രയും വലിയ. പിന്നെ 67 VK കൃഷ്ണമേനോൻ മത്സരിച്ചത് അത് 71 67 ആയപ്പോഴേക്കും P വിശ്വംഭര സാർ മത്സരിച്ചു. പഴയ ജനതാദൾ സോഷ്യലിസ്റ്റ്. അദ്ദേഹം SSPO അങ്ങനെ എന്ന് പറഞ്ഞ അതായിരുന്നു. അദ്ദേഹം ജയിച്ചു. പിന്നീടാണ് സാക്ഷാൽ കൃഷ്ണമേനോൻ ഇങ്ങോട്ട് എത്തിയത്. 71 ലണ്ടനിൽ നിന്ന് വരുമായിരുന്നു അല്ലേ? അല്ല, അത് കേന്ദ്രത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനമൊക്കെ ഒഴിഞ്ഞു. അതിന് കോൺഗ്രസ് സീറ്റ് നിഷേധിക്കുന്നു, അദ്ദേഹത്തെ അവഗണിക്കുന്നു നെഹ്റു മരിച്ചതിന് ശേഷം. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുന്നത് ശരിക്കും കേരളത്തിലെ മണിസാറാണ്. MS മണിസാറും മറ്റൊക്കെ ചേർന്നാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. കാരണം തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് ആ കൺഫ്യൂഷൻ, കാരണം കേരളത്തിൽ അദ്ദേഹം മത്സരിച്ചിട്ടില്ല. അദ്ദേഹം മലയാളിയാണെന്നുള്ളതേ ഉള്ളൂ. ശരിക്കും വിദേശത്ത് വളരെ ഡൽഹി ബേസ്ഡ് ആയിരുന്ന ഒരാളാണല്ലോ. D ദാമോദരൻ പോറ്റിയായിരുന്നു അദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥി. അദ്ദേഹമാണെങ്കിലോ ഇവിടെ സ്പീക്കറും മന്ത്രിയൊക്കെ ആയിരുന്നു, വളരെ പ്രഗത്ഭനായിരുന്ന നേതാവ്. അപ്പോൾ ലളിതാംബേദ്കർ ബ്രദർ.
അപ്പോൾ കൃഷ്ണമേനോൻ മത്സരിച്ചു. അന്ന് CK സീതാറാമുണ്ട് അന്തരിച്ച CPM നേതാവായിരുന്നു, അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന് പ്രസംഗിക്കുക. അപ്പം ഇവിടുത്തെ നേതാക്കന്മാരെല്ലാം ഇറങ്ങി കേരള സമിതി അന്ന് കൂടെ നിന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും കൃഷ്ണമേനോൻ ജയിച്ചു എന്നുള്ളതാണ്. അതൊരു ഭയങ്കര സംഭവം അല്ലേ? ആണല്ലോ. കാരണം അന്ന് പലരും സംശയിച്ചിരുന്നത് ഇപ്പോൾ തീരദേശ മേഖലയിൽ ചെന്ന് കൃഷ്ണമേനോൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ആരെന്ന് അറിയണമെന്നൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും അത് അറിയാമായിരുന്നു കൃഷ്ണമേനോൻ ആരായിരുന്നു എന്നുള്ളത്. കൃഷ്ണമേനോൻ ജയിച്ചു. അടുത്തത് 77 MN ജയിച്ചു. അന്ന് CPI കോൺഗ്രസിൻ്റെ കൂടെയാണല്ലോ. എം ഗോവിന്ദൻ വലിയ പൊസിഷൻ ജയിക്കുന്നത്. പക്ഷേ 1980 MN ഗോവിന്ദൻ നായർ നീലോഹിതദാസിനോട് 1,00,000-ലധികം വോട്ടിന് തോക്കുന്നു. ഈ നീലനൊരു പ്രസ്ഥാനമായിരുന്നു ആ കാലത്ത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കോൺഗ്രസിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഒരു ഇവിടുത്തെ മുഖ്യമന്ത്രി ഒരു സാധ്യത എല്ലാ യോഗ്യതയുള്ള ഈ ഒരു ഫിസിക്കൽ ലുക്കിലൊന്നും അത്രമാത്രം ഒന്നും ഇല്ലല്ലോ നീലന്. പക്ഷെ അദ്ദേഹം വളരെ ഇന്റലിജന്റ് ആണ്. അദ്ദേഹം ഉടനെ തല വലിയായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ തോന്നിയിട്ടുള്ളത്. കാരണം വളരെ ചെറിയ പ്രായത്തിൽ കേരള യൂണിവേഴ്സിറ്റി ചെയർമാനായിരുന്നു അന്നത്തെ കാലത്ത്. കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ഉള്ളപ്പോഴും. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം കോൺഗ്രസിന്റെ വലിയ പ്രമുഖനായി. പിന്നെ കോൺഗ്രസിനെ വെല്ലുവിളിച്ചാണ് അദ്ദേഹം MLA 77 മന്ത്രിയായി. CH മന്ത്രിസഭയിൽ കുറച്ച് ചിലവ് ഉണ്ടായിരുന്നുള്ളെങ്കിലും മന്ത്രിയായി. അത് കഴിഞ്ഞാൽ വീണ്ടും കോൺഗ്രസിലെത്തുന്നു. അങ്ങനെ K കരുണാകരന് മനസ്സിലായി ഇത് നീലിനെ ഇറക്കി നോക്കാം. അങ്ങനെ ഇറക്കി നോക്കി MN ഗോവിന്ദൻ നേരെ തോറ്റു. അന്ന് ആന്റണി വിഭാഗവും ഇടതുപക്ഷത്തായിരുന്നു. CPI അപ്പോഴേക്കും ഈ കോൺഗ്രസുമായിട്ട് ബന്ധം വിട്ട് അവരും ഇങ്ങനെ LDFിൽ പോയി. പക്ഷേ എന്നിട്ട് നീലൻ്റെ അടുത്ത് 1,00,000-ലധികം വോട്ടിന് തോറ്റു എന്ന് പറഞ്ഞാൽ അത് MN ഗോവിന്ദൻ നായരെ പോലത്തെ ഒരു ഉന്നത ആരും പ്രതീക്ഷ കാണത്തില്ല. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. VK കൃഷ്ണമേനോൻ അട്ടിമറി വിജയം നേടിയതുപോലെ തന്നെയാണ് MN ജയിക്കും. MN അട്ടിമറി തോൽവി നേരിട്ടു. അതൊരു ഭയങ്കര സംഭവമല്ലേ. പിന്നീട് നമുക്ക് അങ്ങോട്ട് പറയാന്നുള്ള അത് ഇതേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇതേ തിരുവനന്തപുരമാണ് A ചാൾസ് എന്ന് പറഞ്ഞാൽ 3 തവണ ജയിപ്പിച്ചു. 84, 89, 91. ONV സാർ തോറ്റ 89. അല്ല, അത് അത്ഭുതമാണല്ലോ. നമ്മളിത് പറയുമ്പോഴും ഈ VK കൃഷ്ണമേനോൻ ജയിക്കുന്നു, അല്ലെങ്കിൽ തോക്കുന്നു. ഇവിടെ ഈ ONV അടക്കമുള്ളവരെല്ലാം തോറ്റി. A ചാൾസിന് എന്താണ് ഇത്രയും മാത്രം ഇവിടെ പ്രാധാന്യം ഉണ്ടായത്? നമ്മൾ ഓർക്കേണ്ട കാര്യം A ചാൾസ് 84 തോപ്പിച്ചത് നീലോഹിതദാസിനെയാണ്. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നത് നീലോഹിതദാസ് അപ്പോഴും കോൺഗ്രസ് വിടുകയും അദ്ദേഹം ബഹുഗുണയുടെ കൂടെ പോവുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ചാൾസ് അദ്ദേഹം സഭയുമായി തിരുവനന്തപുരത്ത് ഈ നീലൻ്റെ തന്നെ സഭയുമായി വളരെ ബന്ധപ്പെട്ട പ്രൊഫസർ ആളായിരുന്നു. അദ്ദേഹം അദ്ദേഹം PSC മെമ്പറൊക്കെ ആയിരുന്ന സമയമാണ്. CSI സഭയാണ്. അപ്പോൾ K കരുണാകരന് അതെല്ലാം അറിയാലോ. അദ്ദേഹത്തിന് തന്ത്രങ്ങൾ ഒരാളാണല്ലോ. അദ്ദേഹം പിടിച്ചങ്ങ് നിർത്തി. അന്ന് പിന്നെ ഇന്ദിരാഗാന്ധി തരംഗം ഉണ്ടല്ലോ. അങ്ങനെ അദ്ദേഹം അങ്ങ് ജയിച്ചു. ചാൾസ് അങ്ങ് ജയിച്ചു. 89 ONV സാർ വന്നു. പക്ഷേ ONV സാറിന് അന്ന് എനിക്കൊന്നും സംഭവിച്ചിട്ടുള്ളൂ. അദ്ദേഹം പാർട്ടി ചിഹ്നത്തിലല്ല മത്സരിച്ചത്. അന്ന് അദ്ദേഹം സംഭവിച്ചതാണ് പറഞ്ഞത്. എന്താണ് കാര്യം എന്നറിയില്ല. 91 ചാൾസ് ജയിച്ചു. 91 A ചാൾസ് ജയിച്ചു. പിന്നെ അതിനുശേഷം 96 സുരേന്ദ്രനാഥ് ജയിച്ചു. അതാണ് പറഞ്ഞത്. സുരേന്ദ്രനാഥ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞ ഈ നമ്മുടെ പന്നി നവീൻ്റെ കാര്യം പറയുന്ന പോലെ സ്വാത്വികരിൽ സ്വാത്വികനായ മനുഷ്യൻ. ഇത് പറയുമ്പോൾ ഞാൻ ഈ കഥയും കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. 91 ജയിച്ചു. അതെ, 96 ആ സമയത്ത് ഞാൻ പൂജപ്പര് സായിറാം ലോഡ്ജ് എന്ന് പറഞ്ഞ ലോഡ്ജിൽ താമസിക്കുക. അന്ന് പഠിക്കുന്ന സമയത്ത് പ്രസ് ക്ലബ്ബിൽ പഠിക്കുന്ന ആ സമയത്ത് പഠനം കഴിഞ്ഞു. 200 രൂപയാണ് ഒരു മാസത്തെ അന്നത്തെ വാടക. അത് പൂജപ്പര ജയിലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് അങ്ങോട്ട് പോയിട്ട് ലെഫ്റ്റിലേക്ക് കയറി ഒരു കയറ്റം കയറി കഴിഞ്ഞാൽ സായിറാം ലോഡ്ജ്. അപ്പം നമ്മളിങ്ങനെ വന്ന പൂജപ്പര ജയിലിന് മുമ്പിൽ നിന്നാണ് ബസ് കാത്തു നിൽക്കുന്നത്. വളരെ വിചിത്ര അനുഭവം. അപ്പം അങ്ങനെ ഒരിക്കൽ ഞാൻ ഈ KSRTC കയറി ഞാൻ ജഗതിയിൽ ചെല്ലുമ്പോൾ ഈ സുരേന്ദ്രനാഥ് ബസ്സിന് കൈ കാണിച്ചു. ഷിവന്മാർ നിർത്തിയില്ല. ഈ ബസ് അങ്ങ് വിട്ടു. അപ്പം ഞാൻ ചാടി എണീറ്റിട്ട് മണിയം കടിച്ചു. കാരണം ഇയാൾ MP എനിക്കറിയാമല്ലോ, ഇയാൾ MP ആതെ. ഉടനെ ബസ് നിർത്തി ഡ്രൈവർ ഞാൻ പറഞ്ഞത് ആരാന്നറിയാവുമെന്ന് ചോദിച്ചു. നിങ്ങൾ ഇവിടെ MP ആണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ബസ്സിൽ ഇയാൾ വന്ന വഴക്കുണ്ടാക്കുന്നതാണ്. ഇയാൾ ഓടി അണച്ച് കയറി കയ്യെ പിടിച്ചിട്ടോ മുമ്പിലാണ് നിർത്തിയാലേ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഇയാൾക്ക് ഒരു പരാതിയില്ല, ഒന്നുമില്ല, ഒരാളോടും ഒന്നും പറയുന്നില്ലാത്തൊരു മനുഷ്യൻ. ഇദ്ദേഹം നെടുമങ്ങാട് MLA ആയിരുന്നു. അപ്പോൾ 80, 82, 87 അപ്പോൾ ഞങ്ങൾ പലപ്പോഴും കോളേജ് പഠിക്കാൻ പോണ ആ സമയത്ത് ഇദ്ദേഹം പലപ്പോഴും ബസ്സിൽ ട്രാൻസ്ഫർ ബസ് കയറും. പലപ്പോഴും അദ്ദേഹം നിൽക്കുന്നുണ്ട്. അന്ന് ഇത്രയും ബസ്സുള്ള കാലമല്ല. ആരും എഡീറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അദ്ദേഹം വേണ്ടോന്ന് പറയും. അദ്ദേഹം നിൽക്കുകയുള്ളൂ. അപ്പോൾ ആ വേറെ വലിയ തലമുറക്കാരാണ് അവർ. PKVM ഞാനിങ്ങനെ ബസ്സൊക്കെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. അതുപോലെ P ഗോവിന്ദപിള്ള, ഈ ശിവൻകുട്ടിയുടെ അമ്മായിയപ്പൻ, ഭാരതിയുടെ അപ്പൻ. ഞാൻ കൗതുകത്തോടു കൂടിയ സെക്രട്ടേറിയറ്റിൻ്റെ ആ സൈഡിൽ ആ പ്രസ് ക്ലബിൻ്റെ ഇങ്ങോട്ട് നടന്നു വരുമ്പം P ഗോവിന്ദപിള്ള ഒരു മുണ്ടൊക്കെ മടക്കി കുത്തി ഒരു സാധനമൊക്കെ കയറി തോലിൽ ഇട്ടിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. അപ്പോൾ പുള്ളി ഓട്ടോയിൽ കൈ കാണിക്കുക. അപ്പം ഞാനിത് കാണാൻ വേണ്ടി ഞാൻ അപ്പുറം മാറി വന്നു. ഓട്ടോയിലും കൈ കാണിക്കും. അവർക്ക് ഓട്ടോയുടെ പുറകെ കൂടും. ഞാൻ കണ്ടതാണ്. അദ്ദേഹം
ഈ പി ഒ പിള്ളയുടെ അവസാന നാളുകളിലാണ്. അതെ അതെ എന്ന് വെച്ചാൽ ആരോഗ്യമുണ്ട്. അതെ. അവിടെ ഒരു ട്രിവാൻഡ്രം ഹോട്ടൽ കെ സി പിള്ള സാറിന്റെ അവിടെ വെച്ചാൽ. അപ്പൊ അത്തരം ഒരു പശ്ചാത്തലമുള്ള മണ്ഡലത്തിലാണ്. പിന്നെ 98 കെ കരുണാകരൻ ജയിച്ചു. 96 പിന്നെ പാർവന് കുറച്ച് സമയം പിരിച്ചു വിട്ടല്ലോ. 98 കെ കരുണാകരൻ ജയിച്ചു. അടുത്ത് 99 പിന്നെ 99 കെ കരുണാകരൻ ജയിച്ചു. പിന്നെ പി കെ വന്നു. 99 പി കെ വന്നു. അപ്പൊ ഇതങ്ങനെ അങ്ങ് പോയി പി കെ. അപ്പം മഹാപ്രതിഭകൾ മത്സരിച്ചൊരു സീറ്റാണ് ഈ തിരുവനന്തപുരം. എം എൻ ഗോവിന്ദൻ, പി കെ വി, കെ കരുണാകരൻ, കൃഷ്ണമേനോൻ, പി വിശ്വംഭരൻ ആ ലേഖനിലെത്തി തിരുവനന്തപുരം. കേരളത്തിൽ ഇത്രയും VIP മത്സരിച്ച മണ്ഡലം പാർലമെന്റിൽ വേറെ കാണില്ലായിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കുന്നത് കരുണാകരന്റെ ബുദ്ധിവൈഭവ്യം, ആളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തില്, സ്ഥാനാർത്ഥിയെ വെക്കുന്ന കാര്യത്തിൽ സമ്മതിച്ചു കൊടുത്തേറ്റവും മുളക്കാര് അല്ലേ. പിന്നല്ലാതെ അങ്ങനെ ഒരു നേതാവ് ഇല്ല എന്നതാണ് കോൺഗ്രസിന്റെ. ഇനി ഇന്നലെ എനിക്ക് തോന്നുന്നത് രമേശ് മാത്യു ആണെന്ന് തോന്നുന്നു, നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ് രമേശ് ആണെന്ന് തോന്നുന്നത്, വേറെ ആരും മറന്നുപോയി, ഒരു പോസ്റ്റ്, ഫേസ്ബുക്ക് പോസ്റ്റ് 2001 ആന്റണി മുഖ്യമന്ത്രിയാക്കിയതാണ് കോൺഗ്രസ് തകരാനുള്ള കാരണം. അവസരവാദിയായ ആന്റണി, ഈ കരുണാകരൻ്റെ യാതൊരു മേന്മയും ഇല്ലാത്ത ആന്റണി, അന്നിന് ശേഷമാണ് കോൺഗ്രസിന് പിന്നെ അങ്ങോട്ട് ക്ലച്ച് പിടിക്കാത്തതെന്നാണ് പറയുന്നത്. അന്ന് വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു. 2000 ഒരു രക്ഷയില്ലാത്ത ഭൂരിപക്ഷമായിരുന്നല്ലോ. അത് കഴിഞ്ഞ്, അതായത് ഇയാൾക്കൊരു ഒരു കഴകത്തില്ല, ഇയാളിങ്ങനെ ഒത്തുതീർപ്പായിട്ട് കയറി എവിടെ പോയിരുന്നില്ല. അതുകൊണ്ടാണ് കോൺഗ്രസിന് അടിത്തറ. കരുണാകരൻ്റെ ഒരു വൈദഗ്ധ്യം ഇല്ലാത്തത് കൊണ്ട്. കരുണാകരൻ നമുക്ക് എന്തിന് ഏക്കാനെ വളരെ തോപ്പിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ കരുണാകരനല്ല കോർഡിനേറ്റ് ചെയ്തത്. അതെ അതെ അതെ, മിടുക്കനാണ് കരുണാകരൻ. കരുണാകരന് തുല്യനായിട്ട് ഒരു നേതാവിനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ തിരുവനന്തപുരത്തിന് ഈ പ്രത്യേകതയിലാണ് വീണ്ടും നമ്മൾ ചർച്ച വരുന്നത്. പാവം പന്നിയെ മാറ്റി നിർത്തുന്നു. അതെ, അട്ടിമറി ഉണ്ടാവുമോ? കാരണം ഈ ശശി തരൂർ ജയിച്ചു എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതവുമില്ല. തിരുവനന്തപുരത്തിന്റെ നേച്ചർ വെച്ച് വി കെ കൃഷ്ണമേനോൻ ജനിച്ചതുപോലെയാണ്, ജയിച്ചതുപോലെയാണ് ശശി തരൂർ ജയിക്കുന്നത്. ആദ്യം വിശ്വപൗരനാണല്ലോ അദ്ദേഹം. വിശ്വപൗരനാണ്. മാത്രമല്ല അന്ന് അവരിതനാണ് അദ്ദേഹം വരുമ്പോൾ സാധാരണക്കാർക്ക് അറിയില്ല. മലയാളം പോലും നന്നായിട്ട് അറിയത്തില്ല. ഇപ്പൊ പോലും തരൂർ നന്നായിട്ട് മലയാളം പഠിച്ചിട്ടില്ല. പക്ഷേ ഈ വി കെ കൃഷ്ണമേനോനുള്ള സ്വീകാര്യത തിരുവനന്തപുരംകാര് ശശി തരൂരിന് കൊടുത്തു. 3 ടൈം കൊടുത്തു. ശശി തരൂരിനെ കുറിച്ച് ഈ മണ്ഡലത്തിൽ BJP-ക്കാർ പറയുന്നത് പോലെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഒന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, കാരണം തരൂർ എപ്പോഴും ഒരു സ്വീകാര്യനായ നേതാവാണ്. പക്ഷേ മത്സരം കടുത്തു. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു പൊളിറ്റിക്കൽ കോമ്പറ്റീഷനായിരുന്നു തിരുവനന്തപുരത്ത് നടന്നിട്ട് തരൂരെ ജയിക്കൂ, സംശയമൊന്നും വേണ്ട. അതെ, തിരുവനന്തപുരത്തെ ആ പൊളിറ്റിക്കൽ ഒരു ഫോർമുലയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് തരൂർ. അപ്പം ഇവിടെ അപ്രതീക്ഷിതമായി രാജീവ് ചന്ദ്രശേഖർ വന്നിറങ്ങി. ഈ രാജീവ് ചന്ദ്രശേഖറിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു BJP-യുടേതെങ്കിൽ തരൂരിനെ ആർക്കും തോൽപ്പിക്കാൻ ഈസി വാക്ക് ഓവറാണ്. ഭൂരിപക്ഷം ഇച്ചിരി കുറേ അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ വിലയിരുത്തിയാണെങ്കിൽ ഭയങ്കര ടഫാണ്. എന്ത് തോന്നുന്നു? വളരെ ടഫാണ്. കാരണം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും മുന്നേറിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ. ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. കാരണം പലരും ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻ്റർവ്യൂ കണ്ടിട്ട് എൻ്റെ ഒരു പിന്നെ സുഹൃത്തിനെ വിളിച്ചു ചോദിച്ചു, ഇദ്ദേഹത്തിന് മലയാളം സംസാരിക്കാൻ അറിയാമല്ലേ എന്ന്. അപ്പോൾ അദ്ദേഹം കരുതിയിരുന്നത് ഇത് നേരെ മലയാളം പറയാൻ അറിയില്ല എന്നാണ്. ഇത് നല്ല ഭംഗിയായി മലയാളം സംസാരിക്കുകയല്ലേ, സംസാരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ അഭിമുഖം ഇതിനൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു തീർച്ചയായും. അപ്പം ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ ആരാണ് എന്നുള്ള ഒരു സംശയം ജനത്തിന് മാറുന്നു. 2, ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ കാണുന്ന, ഞാൻ ശശി തരൂർ ഫാനാണ്, അറിയാം. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് തരൂർ കേരളത്തിന് മുഖ്യമന്ത്രി ആവണമെന്നുള്ളതാണ്. ഞാൻ ഈ സകല കോൺഗ്രസ്സുകാരോടും പറയാറുണ്ട്, തരൂരിനെ മുഖ്യമന്ത്രിയാക്കണം. തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ ചിലപ്പം പിണറായി മുഖ്യമന്ത്രി ആകുമെന്ന് ഞാൻ പണ്ട് സ്വപ്നം കണ്ടതുപോലെ ആയി പോവാം. ഇത് 2016 പിണറായി മത്സരിക്കാൻ നേരത്തെ എൻ്റെ ഒരു പ്രതീക്ഷ പിണറായി മുഖ്യമന്ത്രി ആവുന്നതോടെ കേരളം അടിച്ചു കയറുന്ന ഇരട്ട ചങ്കൻ, മാങ്ങാത്തൊലി, കൊടുങ്കാറ്റ്, മിന്നൽ പിണറായി. അയ്യോ, കാരണം എന്ന് വെച്ചാൽ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പവർ. ഇപ്പം ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് നമുക്ക് വേണ്ടത് ഒരു ഡിസിഷൻ മേക്കിംഗ് പവറുള്ള, ഒരു തീരുമാനമെടുത്താൽ ഉറച്ചു നിൽക്കുന്ന, ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്ന ഒരു പ്രഗത്ഭനെയാണ്. ഇതെല്ലാം ശരിയാ, ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, ഉദ്യോഗസ്ഥർക്ക് ഭയമുണ്ട്. പക്ഷേ എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് വെളിയിലിപ്പന്മാർ ഉണ്ടാക്കി വെച്ച കഥയായിരുന്നു. ഇങ്ങേർക്ക് ഒരു ഭാവന കരുണാകരനുള്ള പോലെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കുള്ള പോലെ വിഷൻ വേണ്ടേ? അതില്ല. ഉള്ള വിഷൻ എങ്ങനെ എൻ്റെ കുടുംബം നന്നാക്കാമെന്നുള്ളതാണ്. എങ്ങനെ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എൻ്റെ മോനും സാമ്രാജ്യം ഉണ്ടാക്കാം, ഞാൻ മരിച്ചാൽ ഭാവിയിൽ എൻ്റെ മക്കൾ അംബാനിയായി മാറാം,
എന്നത് സ്വപ്നം കാണുന്ന, നാടിനൊരു കൂറുമില്ലാത്ത ഒരാൾ, ഭാവന ഒട്ടുമില്ലാത്ത, അതായത് ഈ കഴിവില്ലാത്ത ഒരാൾക്ക് അധികാരം ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നതിന് ട്രാജഡിയാണിത്. അതായത് ഇപ്പം തോമസ് ഐസക്കാണ് ഇതിൻ്റെ അടിത്തറ മാന്തി കൊടുത്തത്. ഉറപ്പ്. അതായത് എങ്ങനെ കടം വാങ്ങാം എന്നുള്ള തോമസ് ഐസക്ക് ചെയ്താൽ, എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതല്ല, എങ്ങനെ സൂത്രത്തിൽ പണം വാങ്ങാം. പിണറായി എങ്ങനെ ചെലവാക്കാം. ഒരാൾ എങ്ങനെയും പണം വാങ്ങിക്കൊണ്ടുവരുന്നു, കടം വാങ്ങിക്കൊണ്ടുവരുന്നു. ഒരാൾ എങ്ങനെ തറവാടുകൾ പലതും സംഭവിച്ചത്, പഴയ നായർ തറവാടുകൾ നശിച്ചത്, നായർ തറവാടുകളെല്ലാം കുത്തുപാളെടുത്ത് അങ്ങനെയാണ് പണം എങ്ങനെ ചെലവാക്കുന്നത്. ഈ അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ആവരുത് എന്നാണ് പ്രാർത്ഥനയെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ പ്രതീക്ഷ തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ നാട് നന്നാവുന്ന. അതിൻ്റെ കാരണം പിണറായിയെക്കുറിച്ച് ചിന്തിച്ചതിനേക്കാൾ വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനൊരു വിശ്വപൗരനാണ്. തീർച്ചയായും. ഇപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ നമ്മൾ ഇവിടെയുള്ള ആളുകൾ കരുതുന്ന മാതിരിയുള്ള വലിയ ബന്ധം ആഗോള നേതാക്കളുമായിട്ടുണ്ട്. ഇപ്പം ബ്രിട്ടനിൽ ചെന്നാൽ അങ്ങനെ കിട്ടുന്ന സ്വീകാര്യത, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, ഓക്സ്ഫോർഡ് സർവകലാശാല, എവിടെ ചെന്നാലും ഇങ്ങനെ പ്രസംഗം കേൾക്കാൻ ആയിരക്കണക്കിന് പേരെത്തും. അമേരിക്കയിൽ, ലോകത്തെവിടെ ചെന്ന് ഇങ്ങനെ. അത് മാത്രമല്ല, ഇങ്ങേർക്ക് പലരും മനസ്സിലാക്കാത്ത എന്തുകൊണ്ട് തരൂർ BJP പോകാത്തെന്ന് പലരും ചോദിക്കുന്നുണ്ട്. തരൂർ BJP പോകാൻ പറ്റത്തില്ല. കാരണം അങ്ങേരൊരു ലോക പ്രശസ്തനായ എഴുത്തുകാരനാണ്. ഈ ലോക പ്രശസ്തനായ എഴുത്തുകാർക്ക് ഒരിക്കലും കംപ്ലീറ്റ് റൈറ്റ് വിങ് ആകാൻ പറ്റത്തില്ല. അതെ, ഒരു ലിബറൽ ആവാം, അത്രേ ഉള്ളൂ. ലെഫ്റ്റ് വേണം നിർബന്ധം, ലിബറൽ ആവാം, പക്ഷെ റൈറ്റ് വിങ് ആകാൻ പറ്റത്തില്ല. അപ്പോൾ തരൂരിൻ്റെ ഓഡിയൻസ് പറയുന്നത് വേൾഡ് വൈഡാണ്. തരൂരിൻ്റെ പുസ്തകമായിക്കോട്ടെ, പ്രഭാഷണമായിക്കോട്ടെ. ഇപ്പോൾ തരൂർ പ്രസംഗിക്കാൻ ക്ഷണിച്ചാൽ ഒരു പ്രസംഗത്തിന് തരൂരിനെ വിളിച്ചാൽ 50 ലക്ഷം രൂപയൊക്കെയാണ്, അല്ലെങ്കിൽ 1 കോടി രൂപയൊക്കെയാണ് പ്രതിഫലം. തരൂരിന് വരുമാനം എന്ന് പറയുമ്പോൾ തരൂരിനെ ഓക്സ്ഫോർഡിലേക്ക് വിളിച്ചാൽ മിനിമം 50 ലക്ഷം രൂപയുണ്ട്. വണ്ടിക്കൂലി, ബിസിനസ് ഫസ്റ്റ് ക്ലാസ്, താമസം 5 സ്റ്റാറിൽ. ഇതാണ് തരൂരിന്. അപ്പം അങ്ങനെ ഒരു വ്യക്തി എന്ന നിലയിൽ ഇയാൾക്ക് ഇപ്പം നമ്മുടെ ഉദാഹരണത്തിന് എഡ്യൂക്കേഷൻ ഹബ്ബാക്കാം, അന്താരാഷ്ട്ര സർവകലാശാലകൾ ഇവിടെ കൊണ്ടുവരാം. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കാര്യം ഞാൻ അദ്ദേഹത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഒരു കാര്യം ഞാൻ പറയട്ടെ, തരൂരുമായിട്ട് എനിക്ക് പേഴ്സണൽ ബന്ധമൊന്നുമില്ല. പലരും ധാരണ തരൂർ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഒരു പേഴ്സണൽ ബന്ധം, തരൂരിൻ്റെ മൊബൈൽ ഫോൺ എനിക്കറിയത്തില്ല. തരൂരിൻ്റെ ഓഫീസുമായി നല്ല ബന്ധമാണ്. നമ്മൾ തരൂരിൻ്റെ ഓഫീസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അപ്പം തന്നെ തരൂരിൻ്റെ അടുത്തെത്തും. തരൂരിനെ വഴി വെച്ച് കണ്ടാൽ ഹായ് ഷാജൻ എന്ന് പറഞ്ഞ് വർത്താനം പറയും നമ്മൾ കണ്ടാൽ. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്, നിങ്ങൾ മാറി നിൽക്കണം. അതെ. എന്നിട്ട് നിങ്ങൾ, കാരണം നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷെ അദ്ദേഹം മത്സരിച്ചു. എനിക്കതിൽ കടുത്ത നിരാശയുണ്ട്. ഞാനും അപ്പോൾ ആദ്യം കരുതിയിരുന്ന് തരൂർ ജയിക്കുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വന്നങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം തരൂരാണോ ഭേദം, രാജീവ് ചന്ദ്രശേഖരാണോ ഭേദം എന്ന പ്രശ്നമാണ്. തരൂരിൻ്റെ അത്രയും ഒരു ഇൻ്റർനാഷണൽ ഫെലോ അല്ല. തരൂരിൻ്റെ അത്രയും ഒരു ആഗോള ഫെയിമില്ല. തരൂരിൻ്റെ അത്രയും ഒരു അറിയപ്പെടുന്ന റൈറ്ററേ അല്ല, വ്യവസായി. പക്ഷേ നമ്മുടെ രാജ്യത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. ഡിസിഷൻ മേക്കിങ്ങിലോ ഫാസ്റ്റാണ് അദ്ദേഹം. ഡിസിഷൻ മേക്കിങ്ങിനപ്പുറം നമ്മൾ രാജീവ് ചന്ദ്രശേഖരനെ വിലയിരുത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഭയങ്കര പ്ലീസിങ് ആണ്. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടിയിട്ട് ഭയങ്കര പ്ലീസിങ് ആണ്. അദ്ദേഹം വലിയ വ്യവസായിയാണ്, മാധ്യമ സ്ഥാപനങ്ങളുടെ മേധാവിയാണ്. പക്ഷേ അദ്ദേഹം ഭയങ്കര പ്ലീസിങ് ആണ്, എല്ലാവരോടും പെരുമാറുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൽ ഫിഗർ എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവാണ്. തരൂരിൻ്റെ ഫിസിക്കൽ ഫിഗർ ഒരു പ്രധാന ഘടകമാണ്. തീർച്ചയായും. അതേപോലെ തന്നെ ഈ ഫിസിക്കൽ ഫിഗർ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ യുവതലമുറ ആകർഷിക്കാൻ രാജീവ് ചന്ദ്രശേഖരൻ കഴിയുന്നുണ്ട്. തരൂരിനെ പോലെ തന്നെ ടെക്നോക്രാറ്റാണ്. ഈ മേഖലയിൽ വലിയ പ്രശസ്തനാണ്. അപ്പം ഈ കഴിവുകളുണ്ട്. പണത്തിന് തരൂരിനേക്കാൾ ക്ഷാമക്കുറവാണ്. തരൂരിന് പൈസ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് പണം ചിലവാക്കാനുള്ള തരൂരുണ്ട്. പിന്നെ തരൂരില്ലാത്ത കുറച്ച് ക്വാളിറ്റി ഉള്ളത് ഞാൻ പറഞ്ഞു ഭയങ്കര കമ്മ്യൂണിക്കേറ്റീവാണ്. ഇപ്പം എൻ്റെ പേഴ്സണൽ അനുഭവം പറയാം. ഞാൻ പറഞ്ഞൊരു തരൂരുമായിട്ട് എനിക്ക് ബഹുമാനമാണ്. തരൂർ കേരളത്തിന് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം. പക്ഷേ ഞാൻ തരൂരിൽ നിന്നും ഇതൊരു മൊബൈൽ കമ്മ്യൂണിറ്റി എനിക്കറിയത്തില്ല അദ്ദേഹം നമ്പർ. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ മൊബൈലിലേക്ക് നമ്മളൊരു സാധനം ഇട്ട് കൊടുത്താൽ അദ്ദേഹം റെസ്പോണ്ട് ചെയ്യും. ഫോൺ വിളിച്ചാൽ അദ്ദേഹം എടുത്തില്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടിട്ട് പിന്നെ തിരിച്ചു വിളിക്കും. അല്ല, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ മുരളീധരൻ അങ്ങനെ എടുത്തില്ല തിരിച്ചു വിളിക്കും. അപ്പം രാജീവ് ചന്ദ്രശേഖരനെ ഈ തിരക്കിനിടയിലും ഞാനൊരു മെസ്സേജ് ഇട്ടു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിന് അദ്ദേഹം മറുപടി ഇട്ടു. ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു തവണ വിളിച്ചുള്ളൂ, എടുത്തില്ല. വൈകുന്നേരം ആയപ്പം ഞാൻ പ്രകടനത്തിൽ അവൻ തിരിച്ചു വിളിച്ചു. ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തന്നെ പവർഫുള്ളായിട്ടുള്ളൊരു മിനിസ്റ്ററാണ്. അതെ.
IT മേഖലയിൽ അദ്ദേഹമേ ഉള്ളൂ മന്ത്രി, അല്ലേ? ക്യാബിനറ്റ് അല്ലെങ്കിലും അടുത്ത മിനിസ്റ്റർ വരെയാണെങ്കിൽ അദ്ദേഹം ക്യാബിനറ്റ് മിനിസ്റ്റർ ഇപ്പൊ ക്യാബിനറ്റ് അല്ലെങ്കിലും IT വേറെ മന്ത്രി ഇല്ലല്ലോ, സ്വതന്ത്ര ചുമതലയാണ്. അപ്പം ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടെ ജയിച്ചാൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഉറപ്പായിട്ട് മന്ത്രിയാണ്, ഉറപ്പ്. തോക്കുന്നവരെയാണ് ഇവിടെ മന്ത്രിയാക്കാനിരിക്കുന്നത്. അതെ. ഇപ്പൊ നമുക്കിവിടെ 2 മന്ത്രിമാരുണ്ടെങ്കിൽ 2 പേരും മത്സരിച്ച് ജയിച്ചവരല്ല. അതെ. അപ്പൊ ജയിച്ചാൽ മന്ത്രിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പം ശോഭാ സുരേന്ദ്രനെ അവരെ മന്ത്രിയാക്കുന്നാണ് മറ്റേ സുരേന്ദ്രൻ പറഞ്ഞത്, കെ സുരേന്ദ്രൻ പറഞ്ഞത്. അതിന് പണി കൊടുത്താന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. അപ്പൊ എല്ലാവരും മന്ത്രിയാവും. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാൽ മന്ത്രിയാണ്. ഇക്കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ക്യാബിനറ്റ് മന്ത്രിയാവാം, ആണെന്നാണ്, ആവേണ്ടതാണ്. പക്ഷെ നമുക്ക് തർപ്പിച്ച് പറയാൻ പറ്റും. കാരണം ക്യാബിനറ്റിനൊക്കെ BJP എങ്ങനെ, മോദി എങ്ങനെ തീരുമാനിക്കുന്ന പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ പല ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും പ്രൊഫഷണൽസ് ആണ്. ഇതുപോലെ അതേ 5 വർഷം മന്ത്രിയെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും സാധ്യത വളരെ കൂടുതൽ തന്നെ ആണ്. എന്തായാലും അദ്ദേഹം പവർഫുൾ ആണ്, മന്ത്രിയാണ്. അപ്പോൾ തിരുവനന്തപുരം എന്ന് മാത്രമല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വലിയ സ്വപ്നമാണ് ഒരു ഓപ്പണിംഗ് കിട്ടുക എന്നുള്ളത്. തിരുവനന്തപുരത്ത് അവർ പഠിച്ചപ്പോൾ 18 നോക്കിയിട്ട് തിരുവനന്തപുരത്ത് കിട്ടത്തില്ല എന്നതുകൊണ്ടാണ് അവർ തൃശ്ശൂർ കയറി പിടിച്ചത്. അതെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ BJPക്ക് ഏറ്റവും കൂടുതൽ ഗ്രിപ്പുള്ള മണ്ഡലം തിരുവനന്തപുരമാണ്. അതെ, 15,000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് 2014 രാജഗോപാൽ നോക്കുന്നത്, അല്ലേ? 15,000 വോട്ട്. അതുപോലെ ജയിച്ചു നമ്മൾ കരുതിയാണ് ആദ്യ ഘട്ടത്തിൽ. ആണല്ലോ, 4 നിയമസഭ മണ്ഡലത്തിന് മുമ്പിൽ വന്നത്. അപ്പം ഈ രാജഗോപാൽ, എന്നിട്ടും ദേശീയ നേതൃത്വം തിരുവനന്തപുരം അല്ല അവരുടെ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത തൃശ്ശൂരാണ്. അതെ, അവർ അവിടെ സുരേഷ് ഗോപിയെ കൊണ്ടിറക്കി, സുരേഷ് ഗോപിക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത്, പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വന്ന കാർമ്മികനെ പോലെ നിന്നെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി അവർ എത്രമാത്രം ശ്രദ്ധിച്ചു എന്നതിന് മറ്റു ഒരിക്കലും പ്രധാനമന്ത്രി വന്നിട്ടില്ല. കരുണാകരന്റെ പ്രതാപകാലത്ത് ഒരു പ്രധാനമന്ത്രി അദ്ദേഹം മക്കളെ വന്നിട്ടില്ല. ആ കരുണാകരൻ പ്രധാനമന്ത്രിമാരെ നിശ്ചയിക്കുമ്പോൾ, അതെ, അപ്പോൾ അത്രമാത്രം അവർ ആഗ്രഹിച്ചിരുന്നു ഒരു അക്കൗണ്ട് തുറക്കാൻ. അവർ നിഗമനത്തിലെത്തിയ തൃശ്ശൂരാണ്. അങ്ങനെ തൃശ്ശൂരിനെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് യാദൃച്ഛികമായി രാജീവ് ചന്ദ്രശേഖർ വന്ന് ലാൻഡ് ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖറിന് താല്പര്യമില്ലായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞത് ആദ്യകാലത്ത് ഈ ഊഹാപോഹങ്ങൾ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ എൻ്റെ സോഴ്സിൽ ഞാൻ അറിഞ്ഞിരുന്നതും എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ല. ബാംഗ്ലൂർ നോർത്തോ സൗത്തോ കണ്ട് മത്സരിക്കാനെന്ന ആഗ്രഹം, അതിനുള്ള സമ്മർദ്ദം അദ്ദേഹം ചെലുത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിനോട് തിരുവനന്തപുരത്ത് BJPയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രധാനമന്ത്രിയാണ് അവസാനത്തെ വാക്ക്. പോയി മത്സരിക്കുമെന്ന് പറഞ്ഞാൽ മത്സരിക്കുക. അതാണ് കേരളത്തിൽ BJPയിൽ ഇപ്പോൾ സ്ഥിരം മത്സര തൊഴിലാളികൾ പലരും മത്സരിച്ചിട്ടില്ല. ഇല്ല, മത്സരിക്കാൻ അവരാണ് തീരുമാനിക്കുന്നത്. അപ്പം രാജീവ് ചന്ദ്രശേഖരൻ പോയി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കുക. പക്ഷേ ഈ വന്ന ആ മനുഷ്യനുണ്ടാക്കിയൊരു ഓളവും അയാൾ അവിടെ ഉണ്ടാക്കിയൊരു ബഹളവുമൊക്കെ സമാനതകളില്ലാത്തത്, അവിശ്വസനീയമാണ്. തീർച്ചയായും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ അദ്ദേഹം ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. എനിക്ക് എൻ്റെ വിഷമം ഞാൻ പറയുന്നു, തരൂർ തോറ്റാൽ വാസ്തവത്തിൽ കേരളത്തിനും തിരുവനന്തപുരത്തിനും നല്ലത് രാജീവ് ചന്ദ്രശേഖരാണ് തരൂരിനെക്കാട്ടിലും. മറ്റൊന്നും കൊണ്ടും അയാൾ BJP അധികാരത്തിൽ വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മന്ത്രിയാവും. ഇപ്പം കോൺഗ്രസ് ആയിരുന്നു സർക്കാർ ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ ജയിക്കേണ്ടത് തരൂരാണ്. BJP സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന സാഹചര്യത്തിൽ മന്ത്രി എന്നുള്ളതല്ല, അല്ലേ പോലും കേരളത്തിന് വേണ്ടത് രാജീവ് ചന്ദ്രശേഖരാണ്. അപ്പം ഈ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു വരും. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, കേരളത്തിൽ BJPയുടെ തലവര മാറും. തീർച്ചയായും. ഇപ്പോൾ BJPയുടെ പ്രശ്നം എന്താ? പരമ്പരാഗതമായ കുറേ നേതാക്കന്മാരുടെ കയ്യിലാണ് ഇത് കിടക്കുന്നത്. സ്ഥിര മത്സരാർത്ഥികൾ. ഇതിൽ ജനപിന്തുണ ഉണ്ടായിരുന്നത് രാജഗോപാൽ മാത്രമാണ്. അതെ, അതിന് ജനം ഇത് കൊടുത്തു. ബാക്കി ഈ നേതാക്കന്മാരെന്നൊക്കെ പറഞ്ഞ് ജനപിന്തുണയില്ല. അവർ ടെമ്പർ. ഇപ്പം 2014 തെരഞ്ഞെടുപ്പ്, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേന്ദ്രൻ ഭയങ്കര ജനപ്രീതിയായിരുന്നു. ശബരിമലയുടെ ഭയങ്കര ജനപ്രീതി. ആ സുരേന്ദ്രൻ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. 1000കണക്കിന് ആളുകൾ വന്നത് ഒരു ജനപ്രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏതാണ്ട് 3 ലക്ഷം വോട്ട് അയാൾ അന്ന് പിടിച്ചത്. ഈ സുരേന്ദ്രൻ ഇക്കുറി പത്തനംതിട്ട മത്സരിച്ചെങ്കിൽ 2 ലക്ഷം പിടിക്കത്തില്ലായിരുന്നു. 3 ലക്ഷം കഴിഞ്ഞ ലോക്സഭയിൽ മത്സരിച്ച സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ ഇത്തവണ മത്സരിച്ച് 2 ലക്ഷം പിടിക്കത്തില്ല. ഇതാണ് കേരളത്തിൽ BJPയുടെ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. 15,000 വോട്ടിന് 2014 രാജഗോപാൽ തോറ്റെടുത്ത് 1 ലക്ഷം വോട്ടിനാണ് കുമ്മൻ രാജൻ 2019 തോറ്റത്. അത്ര വ്യത്യാസം ആലോചിച്ച് നോക്കണം. ഈ ഒരു വോട്ടിംഗ് പാറ്റേൺ ഉള്ളിടത്ത്
ഇദ്ദേഹം വരുവാണ് രാജീവ് ചന്ദ്രശേഖരൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചാൽ മന്ത്രിയാണ് എന്നത് മാത്രമല്ല, തിരുവനന്തപുരത്ത് നേട്ടമുണ്ടാകുമെന്ന് മാത്രമല്ല, കേരളത്തിൽ BJPയുടെ തലവരെ മാറും. ഈ BJPയിൽ ഇങ്ങനെ വലിച്ചു നിൽക്കല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ഞണ്ടിനെ പോലെ വലിച്ചു നിൽക്കുക. ഈ വലിയമാരെയൊക്കെ ചവിട്ടി ഒതുക്കി മാറ്റി വെച്ചിട്ട് മാരെയൊക്കെ കുറേ പേരെയൊക്കെ നമ്മൾ കാസർഗോഡോ വയനാടൊക്കെ പ്രഭാരിയാക്കിയൊക്കെ അയച്ച് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന, കാരണം BJPയിലേക്ക് ആൾ വരേണ്ടത് ഈ പുതിയ തലമുറയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഒരു കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിലെ വോട്ടർമാരിൽ യുവജനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ടെന്ന്. അത് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ഈ യുവാക്കളെയും പ്രൊഫഷണലുകളെയും അട്രാക്ട് ചെയ്ത് മാത്രമേ പറ്റൂ. ഈ പറയുന്ന നിലവിലുള്ള BJP നേതാക്കളോ തുഷാർ വെള്ളാപ്പള്ളിയോ ഒന്നും പോയാൽ കിട്ടൂല. ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയെ മുന്നണി വെച്ചിട്ട് BJPക്ക് വോട്ട് ചെയ്യണമെന്ന് എങ്ങനെ ചെറുപ്പക്കാരോട് പറയും? ആ കോട്ടയത്തോട് അതേ വോട്ട് പിടിച്ച് നടക്കുന്ന ആ ചില വീഡിയോകൾ കാണുമ്പോൾ എനിക്ക് ഏതാണ്ട് പറയും. ഇടുക്കിയ സ്ഥാനാർത്ഥി ആരും നമുക്കും അറിയില്ല. അല്ല, സംഗീത വിശ്വനാഥ് എനിക്കറിയാം. അറിയാം. വനം മതിൽ, മറ്റേ ശബരിമല സ്ത്രീകൾ കയറണം, യുവതികൾ കയറണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് വനിതാ മതിൽ കെട്ടിയ നേതാവാണ്. മതിൽ കെട്ടാൻ പോയ നേതാവാണ്. ഏത് NDAയുടെ സ്ഥാനാർത്ഥി ഇടുക്കി വന്നുള്ള സംഗീത വിശ്വനാഥൻ. ഈ ഞാൻ പറഞ്ഞത് ഈ BJP നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയുടെ ഒരു നഖചിത്രമാണ് ഈ BDJS എന്ന പ്രസ്ഥാനം. ഒരു തരത്തിലുള്ള ഗുണവും BJPക്ക് ഇല്ല. അതേസമയം വെള്ളാപ്പള്ളി BDJSന് കൂടെ ആണെങ്കിൽ ഗംഭീരമാണ്. അത് നേരത്തെ വന്ന മതിയായിരുന്നു. 2016 അങ്ങനെ സംഭവിച്ചു. എന്തോ വോട്ട് പിടിച്ചു. അതെ, BJP ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച് 2016. കാരണം എന്താ? വെള്ളാപ്പള്ളി നടേശൻ BJP സഖ്യത്തിലാണ്. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDPയുടെ വോട്ട് പിടിക്കാൻ കഴിവുള്ള ഏക നേതാവ് ഇടതുപക്ഷത്തിനൊപ്പമാണ്. പിന്നെ ED കേസ് ഒഴിവാക്കാൻ വേണ്ടി മോനെ നീ പോയി NDA വെച്ചാൽ ആ വോട്ട് ചെയ്യും. അപ്പോൾ ഈ സിറ്റുവേഷനൊക്കെ മാറി കേരളത്തിലെ BJP പ്രവർത്തകരുടെ വികാരം കണക്കിലെടുത്ത് പ്രൊഫഷണലുകളെ, മിടുക്കന്മാരെ, യുവാക്കളെ ഒക്കെ നേതൃനിലയിൽ കൊണ്ടിരുന്ന ഒരു അഴിച്ചുപണിക്ക് ഈ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചാൽ സാധ്യത. BJPയുടെ ഭാവി മാറും. രാജീവിന് ഇവിടെ സ്വപ്നമൊന്നുമില്ല. രാജീവിന് ഡൽഹിയിലാണ് സ്വപ്നം. അതെ, രാജീവിനോട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതെ, ഡൽഹിയിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള അപ്പോൾ അങ്ങനെ വന്നാൽ കോൺഗ്രസിലെ പല നേതാക്കളെയും, ഹിന്ദു നേതാക്കളെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അഴിച്ചുപണിക്ക് കൂടി സാധ്യതയുണ്ട് ഇവിടെ സംഭവിച്ചാൽ. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത്, അവസാനം നമ്മൾ നിങ്ങളാണ് അതിനകത്ത് പറയേണ്ടത്, ഈ മണ്ഡലത്തിൽ 7 മണ്ഡലത്തിൽ പരിശോധിച്ച് നോക്കി. കാരണം കോവളം, നെയ്യാറ്റിൻകര, പാറശാല, ഈ 3 മണ്ഡലത്തിൽ ഏതാണ്ട് 30,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ തവണ ശശി തരൂർ. അതെ, അതിനെ മറികടക്കാനുള്ള സാധ്യത എങ്ങനെയാണ്? ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കൃഷ്ണവനം വന്ന കാലത്തും അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രധാനപ്പെട്ട പലരും വന്നപ്പോഴും ഇതുപോലെ സംശയം ഉന്നയിച്ചിരുന്നു. പക്ഷെ അവരെല്ലാം വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, കാലം മാറി. അങ്ങനെ ഇപ്പം പലരും പറയാനുള്ള സമുദായ സമവാക്യങ്ങളാണ്. അതൊന്നും നോക്കില്ല. ഒരു മിടുക്കനാണ് എന്ന് തോന്നിയാൽ ഇയാളെ കൊണ്ട് നാളെ മണ്ഡലത്തിന് പ്രയോജനമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, എന്നാലും 30,000 വീതമാണ് 3 ഭൂരിപക്ഷം. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതാണ്ട് 13% മുസ്ലിംസും ഏതാണ്ട് 19-20% ക്രിസ്ത്യൻസുമുണ്ട് ഇവിടുത്തെ ഈ മൊത്തം മണ്ഡലത്തിൽ. ഈ 3 അവരുടെ ഒരു പ്രാതിനിധ്യം കൂടുതലാണ്. അതെ, ഇപ്പം തീരദേശ മേഖലയിൽ മുഴുവൻ ക്രൈസ്തവ സ്വാധീനമുണ്ട്. അപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് പോകുമോ? അച്ഛന്മാരുടെയും അതായത് മത്സ്യത്തൊഴിലാളികളുടെ ക്രൈസ്തവ വോട്ടുകൾ, ഇപ്പം മുസ്ലിം വോട്ടുകൾ പോകുമോ? മുസ്ലിം വോട്ട് ഒരിക്കലും പോകില്ല. ക്രിസ്ത്യൻ വോട്ടിനെ സംബന്ധിച്ച് ഈ തീരദേശ മേഖലകളിൽ അവിടുത്തെ ഈ വൈദികരുടെ വാക്കുകൾക്ക് വളരെ വിലയുള്ളതാണ്. അവർ പറഞ്ഞാൽ അവരനുസരിക്കും. അത് സംശയം വേണ്ട കാര്യത്തിൽ. അപ്പോൾ അതിനെ പിടിക്കാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നില്ല. രാജേന്ദ്രശേഖരനെ പോലെ ഒരു മിടുക്കനെ സംബന്ധിച്ച് അതൊക്കെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. സമയമുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു പലരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇപ്പം ബിഷപ്പുമാരൊക്കെ പോയി കാണുക. പൊഴിയൂര് പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെട്ടത് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ഫലങ്ങളാണ്. ഞാൻ 1-2 ഈ തീരദേശ മേഖലയിലെ പല അച്ഛന്മാരെ എനിക്കറിയാം. ഞാൻ അവരൊക്കെ വളരെ പോസിറ്റീവ്. പക്ഷെ അവരൊന്നും ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖരനൊപ്പം ഒന്ന് പറയുന്നില്ല. പക്ഷേ അവരൊക്കെ പോസിറ്റീവാണ്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ശശി തരൂരിനോട് നെയ്യാറ്റിൻകര എത്ര പറഞ്ഞെന്നാണ് പറഞ്ഞത്, നീ രാജീവ് ചന്ദ്രശേഖരനെ പഠിക്കാൻ പറഞ്ഞത്, കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ പൊഴിയൂരിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലും ആ പുലിമുട്ടിനുള്ള തീരുമാനത്തിൻ്റെ കാര്യം, ഉത്തരവും ഒക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും മത്സ്യത്തൊഴിലാളി മേഖലയിൽ അദ്ദേഹത്തിന് എത്രമാത്രം തരൂരിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയും എന്നത് നിർണായകമാണ്. തീർച്ചയായും. അതായത് നമ്മൾ 2014 തിരിച്ചു പോവുക. 2019 അന്തരീക്ഷമല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഉറപ്പാണല്ലോ. തിരുവനന്തപുരത്തെ അന്തരീക്ഷം 2014 കാരണം 2019
മോദി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നൊരു വികാരം കേരളത്തിൽ വ്യാപകമായി ഉണ്ടായി. മോദിയെ തോൽപ്പിക്കണം, ഒരിക്കൽ കൂടി ഭരണം കൊടുക്കരുത് എന്ന വികാരവും കേരളത്തിലുണ്ടായി. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മുസ്ലിം വോട്ടർമാർ ഒരുമിച്ച് നിന്നു. ക്രിസ്ത്യൻ വോട്ടർമാരും മോദി മാറട്ടെ എന്ന് കരുതി. രാഹുൽ ഗാന്ധി അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല, ഇങ്ങോട്ട് കേരളത്തിൽ വന്ന് ലാൻഡ് ചെയ്ത സമയം. അപ്പം ഈ ന്യൂനപക്ഷ ധ്രുവീകരണം, ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷ ധ്രുവീകരണമാണ് 2019 കൊടുങ്കാറ്റിൻ്റെ കാരണം. പക്ഷേ 2014 അങ്ങനെയല്ല. 2014 രാജ്യവ്യാപകമായി മോദിക്ക് ഒരു അവസരം കൊടുക്കാം, കോൺഗ്രസിന് അഴിമതിക്ക് വികാരം ഉണ്ടായിരുന്നു. ആ അന്തരീക്ഷമാണ് കേരളത്തിൽ 2024 അപ്പോൾ 2014 നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 7-ൽ 4 അതായത് കഴക്കൂട്ടം, നേമം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, ഈ 4 2014 രാജഗോപാലൻ്റെ ഭൂരിപക്ഷം. പക്ഷേ ചെറിയ ഭൂരിപക്ഷം, ഒരു 2000 മുതൽ എനിക്ക് തോന്നുന്നത് നേമത്ത് മാത്രമായിരുന്നു 18,000 കൂടുതലുണ്ടായിരുന്നു. ബാക്കി എല്ലായിടത്തും ചെറിയ ഭൂരിപക്ഷം. പക്ഷേ നെയ്യാറ്റിൻകരയിലും പാറശാലയിലും കോവളത്തും വലിയ ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷം തമ്മിലുള്ള അവിടുത്തെ ഭൂരിപക്ഷത്തെക്കാൾ, അവിടുത്തെ 3 ഭൂരിപക്ഷത്തേക്കാൾ കുറവായി പോയി ഇവിടുത്തെ 4 ഭൂരിപക്ഷം. അങ്ങനെയാണ് 10,000 വോട്ട്. അപ്പോൾ ഇപ്പം ജയിക്കണമെങ്കിൽ ഈ 4 2014 കിട്ടിയതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷം കിട്ടണം. അതെ, നേമത്ത് വേണ്ട, നേമത്ത് 18,000 കണ്ടുണ്ടായിരുന്നു. ആ നേമത്ത് ഒരു 20,000 കിട്ടാം. ബാക്കിയുള്ള 2,000 എന്നുള്ള 4,000 ആവണം. അങ്ങനെയൊരു 4 ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കാരണം പ്രൊഫഷണലുകളും യൂത്തുമാണ് അവിടെ ചെയ്യുന്നത്. അവർ ശശി തരൂർ ചെയ്തവരാണ്. ആ ശശി തരൂർ ചെയ്തവർ ഇപ്പോൾ കൂട്ടത്തോടെ പിടിച്ചാലുള്ള സാധ്യത വ്യവസായികൾ പോലും ഇപ്പോൾ ഇപ്പുറത്ത് ഉണ്ട്. ഞാൻ ഒന്നും പറയണ്ട, 2 ഉദാഹരണം പറയാം. ഒന്ന്, തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ മാനിപ്പുലേറ്ററും ഏറ്റവും വലിയ നാടകക്കാരനുമാണ്, ലോബിയിസ്റ്റുമാണ് ഈ കിംസിൻ്റെ മുതലാളി എന്ന് അവകാശപ്പെടുന്ന എൻ്റെ പേരെന്നാ, നജീബ്. സത്യത്തിൽ നജീബിന് അവിടെ എത്രമാത്രം റോളുണ്ടോ എന്നുള്ള കാര്യം സംശയമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സഹദുള്ളയും നജീബും തമ്മിൽ അത്ര ടേംസിലല്ല. പക്ഷേ ഈ കിംസിൻ്റെ പേരിലാണ് സഹദുള്ള മാർക്കറ്റ് ചെയ്യുന്നത്. സഹദുള്ളയല്ല, നജീബ് ഒരു ഒന്നാം തരം ലോബിസ്റ്റ്. എവിടെയൊക്കെ അധികാരമുണ്ടോ അവിടെയൊക്കെ നജീബുണ്ട്. എവിടെയുണ്ട് അധികാരം, അങ്ങനെ ഒരു ടൈപ്പാണ് നജീബ്. നിങ്ങൾ പ്രസ് ക്ലബിൽ അംഗത്വം കൊടുത്തിരുന്നു കുറച്ച് കാലമൊക്കെ. എന്തോ ഒരു ഓണററി മെമ്പർഷിപ്പ് പഠിച്ചാണ് നമ്മുടെ ഡിപ്ലോമ അവിടെ പഠിച്ചാണ്. അതിൻ്റെ കാര്യം ശ്രീറാം വെങ്കട്ടരാമൻ്റെ അപകടം വരെ അതുണ്ടായിരുന്നു. അപ്പം ഈ നജീബ് ഒക്കെ ശശി തരൂരിൻ്റെ വലിയ വക്താക്കളായിട്ട് നടക്കുന്ന രാജീവ് ചന്ദ്രനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത്, എന്നിട്ട് നജീബും ഭാര്യയും തമ്മിലുള്ള പടം രാജീവ് ചന്ദ്രശേഖർ എടുത്ത് ഫേസ്ബുക്കിലിട്ടു. അപ്പം യാദൃച്ഛമായിട്ട്, ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ നിൽക്കുന്ന ആളല്ല, യാദൃച്ഛമായിട്ട് ഞാൻ നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു പോസ്റ്റ്. ഞാൻ അപ്പം തന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ കാട്ടുകളെ കൂട്ടി വോട്ട് പിടിച്ച് ഇവിടെ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ചോദിച്ചു. അപ്പോൾ രാജീവ് ചന്ദ്രനെ അറിയത്തില്ലല്ലോ. ഇവിടുന്ന് ഏതെങ്കിലും ചില്ലറ മേടിക്കുന്ന BJP-കാരൻ അവിടെ കൊണ്ട് കൊടുത്തായിരിക്കാം. എന്തായാലും അദ്ദേഹം അത് മാറ്റിയോട്ട്. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ആ പോസ്റ്റ് അത് ഡിലീറ്റ് ചെയ്തു. അപ്പം നജീബ് അവിടെ ഇടിച്ചു കയറി എന്നത് തന്നെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നതിന് സൂചനയാണ്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഈ തിരുവനന്തപുരത്തെ BJP-കാരൻ, ഈ കേരളത്തിലെ BJP-കാരിൽ ഏറ്റവും അധികം മിന്നൽ മുരളിമാർ ഇവരാണ്. ഒരു കാരണവശാലും വേറൊരുത്തനെ ഇവിടെ വന്ന് കയറാൻ വരത്തനായിട്ടാണ് കാണുന്നത്. ഈ തിരുവനന്തപുരത്തെ എന്താ പറയുന്നത്, തിരുവനന്തപുരത്തെ ഒരു ഭയങ്കര പവർഫുൾ ഒരു ലോബിയുണ്ട്. നമ്മളെ ജാതി പറഞ്ഞ് ശരിയാത്തോണ്ട് നമ്മളെ ജാതി പറയുന്നില്ല. ഈ ലോബി ഒരുത്തനെ ഇവിടെ വാഴാൻ സമ്മതിക്കത്തില്ല. കുമ്മനത്തിനും രാജഗോപാലിനും ഒക്കെ പറ്റിയതാണ്. ഈ ലോബി രാജീവ് ചന്ദ്രശേഖർ വന്ന ഉടനെ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുമായിരുന്നു, നീയൊക്കെ തന്നെ ജയിപ്പിക്കിടാൻ നിൽക്കുമായിരുന്നു. പക്ഷെ രാജീവ് എന്ത് ചെയ്തു, ഇവരെ പിണക്കാൻ പോയില്ല, പക്ഷെ ഇവരെ നമ്പാനും പോയില്ല. ഇപ്പം എല്ലാം നമ്പാൻ പോകുമ്പോഴാണല്ലോ കുഴപ്പമാവുന്നത്. പുള്ളിയുടെ ടീമിനിറക്കി അങ്ങ് ആട്ടിച്ച് മിന്നിച്ചപ്പോൾ ഇവർക്ക് പരസ്യമായിട്ട് ഇറങ്ങാൻ പറ്റുന്നത് മാത്രമല്ല, ഡൽഹിയിൽ നിന്ന് ഒരു സംഘം വന്നു, മോദിയുടെ അമിത്ഷായുടെയും നിരീക്ഷണ സംഘം. ഇവിടുത്തെ BJP-കാർ എന്നാ ചെയ്യുന്നത്, ഇവർ നോക്കുമ്പോൾ ഈ വണ്ടി അതിവേഗം പായുക, ഇവർ പിന്നാലെ പോയി ചാടിക്കയറി, ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇവരെല്ലാം കൂട്ടത്തോടെ, കാരണം ഞങ്ങൾക്ക് നല്ല നടക്കിടാവൂ. പിന്നെ അപ്പോൾ ആ BJP-യിലുള്ള ഭിന്നത അങ്ങ് മാറി, ഇവരെല്ലാം ഒരുമിച്ച് കയറാൻ തുടങ്ങി. പിന്നെ മറ്റൊരു കാര്യം കൊണ്ട് ഞാൻ പറയാം, ഞാൻ ട്രിവാൻഡ്രം ക്ലബ്ബിൽ പോകും ഇടയ്ക്കിടയ്ക്ക്. ട്രിവാൻഡ്രം ക്ലബ്ബിൽ നമ്മുടെ സോയിമോൻ, മലയാള വാർത്തയിലെ സോയിമോൻ മെമ്പറാണ്. ഞാൻ വല്ലപ്പോഴും സോയിമോനെ വിളിക്കും, ഷാജ വരുന്നോന്ന് ചോദിക്കും,
പോകും. പണ്ട് സക്കറിയാട് കൊടുത്തില്ല ആദ്യം ഞാൻ പോകുന്നത്. സക്കറിയ മെമ്പറാണ്, അടുത്ത മെമ്പറാണ് അദ്ദേഹം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വരുന്നില്ല. അപ്പോൾ പിന്നെ സേവി മനു മാത്യു, പൊന്നു എന്ന് പറയുന്നത് നമ്മുടെ കോവളത്തെ രാജ് ഹോട്ടൽ, ഇങ്ങനെ എൻ്റെ കുറേ സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്. അപ്പം വല്ലപ്പോഴും ഞാൻ പോയി. അവിടെ പോയി നഗരത്തിലെ നല്ല സമ്പന്നരും പ്രൊഫഷണലുകളും അതെ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന യഥാർത്ഥ ഇൻഫ്ലുവൻസ്, നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ല, യഥാർത്ഥ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാവരും കാണാം. അപ്പം നമ്മൾ ഇവരോടെല്ലാം സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ഒരു പൾസ് അറിയാം. ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ട്രിവാൻഡ്രം ക്ലബ്ബിൽ എല്ലാ ദിവസവും വരുന്ന കോൺഗ്രസ് നേതാവിനെ ഞാൻ കണ്ടു. കോൺഗ്രസ് നേതാവാണ്, അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം എന്നോട് പറയുകയാണെങ്കിൽ തരൂരിൻ്റെ പേരിൽ ഇറങ്ങി നടന്നപ്പോൾ അടി കിട്ടുന്ന അവസ്ഥ. ഞാൻ പറഞ്ഞു അങ്ങനല്ലോ, അതോ സിറ്റുവേഷൻ. അതുപോലെ അവിടെയുള്ള പ്രൊഫഷണലിലൊക്കെ ഇവർക്കൊന്നും വലിയ കാര്യമായ രാഷ്ട്രീയമുള്ളവരല്ല, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരെ അങ്ങനത്തെ ഇവരൊക്കെ അവിടെ ഒരു ആ രാജീവ് ചന്ദ്രശേഖർ ഒരു ട്രെൻഡ് ആ ട്രിവാൻഡ്രം ക്ലബ്ബിൽ എനിക്ക് ഫീൽ ചെയ്തു. ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ ട്രെൻഡ് ഉണ്ടാക്കുക എന്നുള്ള അപൂർവമാണ്. അതവരുടെ ടീമിൻ്റെയും കൂടെ ഒരു വിജയമാണ്. ടീമിൻ്റെ വിജയമാണ്. പിന്നെ അങ്ങേരുടെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള അങ്ങേരുടെ ഒരു സമീപനമുണ്ട്, എപ്പോഴും ഊർജ്ജസ്വലനാണ്. അതെ അതെ അതെ. അപ്പം അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാലും അത്ഭുതപ്പെടാനില്ല. പക്ഷെ ഇതിനകത്ത് പിന്നെ ഒരു മറ്റേ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ വേറെ ഒരു തിയറിയുങ്ങളുണ്ട്, വേറൊരു തിയറി. ഇതൊക്കെയാണ് റിയാലിറ്റി. അതെ, വേറൊരു തിയറി, രാജീവ് ചന്ദ്രശേഖർ ജയിക്കുക എന്നുള്ളത് പിണറായിയുടെ ആവശ്യമാണ് എന്നുള്ള കാര്യമുണ്ട്. കാരണം ഈ മോള് ഇപ്പോൾ അകത്താവുന്ന അവസ്ഥയിലാണ്. അതെ. അപ്പോൾ പിണറായിയെ CPIയുടെ സ്ഥാനാർത്ഥിയാണ്. പിണറായിയെ സംബന്ധിച്ചിടത്തോളം പവർഫുൾ ആയിട്ടുള്ളൊരു BJP കാരൻ ഇവിടെ വന്നാൽ ഒന്ന് കൈ കൊടുത്താൽ പിണറായിക്ക് നേട്ടമുണ്ടാകാം. അതെ. രാജീവ് ചന്ദ്രശേഖരനാണെങ്കിൽ കാശിന് പഞ്ഞൊന്നുമില്ല. അല്ല. അപ്പം ജയിച്ചാൽ പുള്ളി വലിയ ശക്തനായി, ഗഡ്കരിയൊക്കെ പോലത്തെ ഗഡ്കരി പോലത്തെ ഒരാളാണ്. അപ്പം തീർച്ചയായും പിണറായിയുടെ ഒരു പിന്തുണയും ഉണ്ടാവാനുള്ളൊരു സാധ്യത, ഇതൊരു തിയറിയാണ്. പിണറായിയുടെ ഒരു പിന്തുണയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു വാക്ക് പോലും ഈ പിണറായി മുരളീധരനെതിരെ പറയാറുണ്ട്, പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ പറയാറില്ല. മോദിക്കെതിരെ പറയാറില്ല, രാജീവ് ചന്ദ്രശേഖരനെതിരെ പറയാറില്ല, RSSനും BJPക്കെതിരെ പറയാറുണ്ട്. അപ്പം ആ ഒരു പിന്തുണയും പ്രതീക്ഷിക്കാം. ഇനി കോൺഗ്രസ്സുകാർക്കും തരൂർ ജയിക്കണം നിർബന്ധമൊന്നുമില്ല. കോൺഗ്രസ്സുകാരെ വോട്ട് കൊണ്ടല്ല നേരത്തെ തരൂർ ജയിക്കുന്നുള്ളതാണ് സത്യം. കോൺഗ്രസ്സുകാർ ഇപ്പം തന്നെ തരൂരിനെ കിട്ടുന്നില്ല എന്നുള്ള പരാതിയായിട്ട് രംഗത്തുണ്ട്. തരൂർ തോറ്റാൽ ഇതിനകത്ത് തരൂർ ശക്തനായി പോയാൽ അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റാണ്. അതെ. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റിയതാണ്. തരൂർ തോറ്റാൽ തരൂർ ശക്തി പോവും. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്കും തരൂർ ജയിക്കണമെന്ന് വാശിയില്ല. CPMകാർക്ക് രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുന്നതാണ് നല്ലത്. കോൺഗ്രസ്സുകാർക്ക് തരൂർ തോറ്റാലും കുഴപ്പമില്ല. BJPക്കാർക്ക് പാലം ഭരിക്കാൻ പറ്റില്ല. പ്രൊഫഷണലുകളും ഈ ടെക്നോക്രാറ്റുകളും എല്ലാം കൂടെ ഈ ഒരു അന്തരീക്ഷം എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ VK കൃഷ്ണമേനോൻ നടത്തിയ ഒരു അട്ടിമറി നടത്തിയാലും ഞാൻ ഐ എം സോറി ടു സേ എനിക്ക് തരൂരിനോടുള്ള വലിയ ഇഷ്ടം വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ദിസ് ഈസ് റിയാലിറ്റി. അത് തരൂരിനെ ദോഷമായ കാര്യമൊന്നുമില്ല. കേരള രാഷ്ട്രീയത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. തീർച്ചയായും അതിന് കേരള രാഷ്ട്രീയത്തിൽ നിൽക്കാമല്ലോ. തിരുവനന്തപുരം ദേവസ്വം സീറ്റിൽ നിന്ന് അദ്ദേഹം ജയിക്കാൻ പറ്റും, അസംബ്ലിയിലത്തേക്ക് അതൊക്കെ ചെയ്യാം. എന്നാലും നമ്മൾ ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരത്ത് അട്ടിമറി സംഭവിച്ചാലും ഒരു അത്ഭുതവുമില്ല, അത്ഭുതപ്പെടേണ്ടതില്ല. നമുക്ക് നോക്കാം, കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന്. ഇനി സമയമുണ്ട്. തിരുവനന്തപുരത്ത് വിശാലമായൊരു ചർച്ചയാണ് നടത്തിയത്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് കരുതുന്നത്. കാരണം അതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ വെച്ച് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. കാത്തിരിക്കാം. തിരുവനന്തപുരത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. തരൂരും സ്വീകാര്യനാണ്, രാജീവ് ചന്ദ്രശേഖരും സ്വീകാര്യനാണ്. പക്ഷെ കൂടുതൽ ഗുണം തിരുവനന്തപുരംകാർക്കുള്ളത്, കേരളത്തിനുള്ളത് രാജീവ് ചന്ദ്രശേഖരാണ് എന്നൊരു ചർച്ച, ഒരു തോന്നൽ ഇപ്പോൾ സജീവമാണ്. അതുകൊണ്ടാണ് അട്ടിമറിക്കുള്ള സാധ്യത സജീവമായി നിൽക്കുന്നത്. നന്ദി, നമസ്കാരം.